പ്രതീക്ഷിക്കാം. തേക്കടി സന്ദർശനത്തിനെത്തിയ ഇസ്രായേൽ സ്വദേശികളായ വിനോദസഞ്ചാരികളെ കുമളിയിലെ കടയിൽ നിന്നും അപമാനിച്ചിറക്കി വിട്ടു. കശ്മീരി വ്യാപാര സ്ഥാപനത്തിൽ നിന്നാണ് വിനോദസഞ്ചാരികൾക്ക് ദുരനുഭവം ഉണ്ടായത്. നാട്ടുകാരുടെ അവസരമായ ഇടപെടൽ മൂലം കശ്മീരി വ്യാപാരികൾ പിന്നീട് മാപ്പ് പറഞ്ഞു. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ ഇസ്രായേലി സ്വദേശികൾ തയ്യാറായിട്ടില്ല. സംഭവം വിവാദമായതോടെ കശ്മീരി വ്യാപാരികൾ സ്ഥാപനം അടച്ചിട്ടിരിക്കുകയാണ്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രിൻസ് ജെയിംസ് ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രിൻസ്, നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന അല്ലെങ്കിൽ വലിയ തിരിച്ചടിയാകുന്ന രീതിയിലുള്ള ഒരു പ്രവണതയാണ് തേക്കടിയിൽ സംഭവിച്ചിരിക്കുന്നത്. വിനോദസഞ്ചാരികൾ, ഇസ്രായേൽ സ്വദേശികളായ വിനോദസഞ്ചാരികളെ ഒരു കടയിൽ നിന്നും ഇറക്കി വിടുക എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ അപമാനം സഹിച്ചുകൊണ്ടാണ് അവരോട് നിന്ന് മടങ്ങിപ്പോയെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ ഇതുവരെയും ഈ വിഷയത്തിൽ അധികൃതർക്കൊന്നും പരാതി നൽകിയിട്ടില്ലേ? തീർച്ചയായും വളരെയധികം അപമാനകരമായൊരു നടപടിയായിരുന്നു ഇന്നലെ കുമളിയിലെ വ്യാപാര സ്ഥാപനത്തിൽ നടന്നത്. കാശ്മീരി സ്വദേശികൾ നടത്തുന്ന വ്യാപാര സ്ഥാപനത്തിൽ ഇന്നലെ രാത്രിയിലാണ് ഇസ്രായേലി സ്വദേശിയായ വനിത അടക്കമുള്ള സഞ്ചാരികൾ എത്തിയത്. ഇവർ തേക്കടി അടക്കം കാശ് റാഫിച്ച് ഇതിനിടെയാണ് ഷോപ്പിങ്ങിനായി ഈ വ്യാപാര സ്ഥാപനത്തിലേക്കൊക്കെ എത്തിയത്. ഇതിനിടെ ഈ വ്യാപാര സ്ഥാപനത്തിൽ എത്തി സാധനങ്ങളുടെയൊക്കെ വില ചോദിക്കുന്നതിനിടയിൽ ഈ യുവതിക്ക് ഒരു ഫോൺ വനിതയ്ക്ക് ഒരു ഫോൺ വരികയും ഇവർ ഹീബ്രു ഭാഷ സംസാരിക്കുകയുമായിരുന്നു. അപ്പോൾ ഈ കടയുടമസ്ഥ, കടയിലെ വ്യാപാരി ഇവരോട് വിവരങ്ങൾ തിരക്കി. ഇവർ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇവർ പറയുന്നത് ഞങ്ങൾ ഇസ്രായേൽ സ്വദേശികളാണ്. ഇതോടെ നിങ്ങൾക്ക് ഈ കടയിൽ നിന്ന് സാധനങ്ങൾ നൽകത്തില്ല എന്ന് പറഞ്ഞ് ഇവർ കടയിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നു. അപ്പം കടയിലെ വെളിച്ചമൊക്കെ അടച്ച് ഇവരെ കടയിൽ നിന്ന് നിർബന്ധപൂർവ്വം ഇറക്കി വിട്ടു എന്നാണ് ആരോപണം. തുടർന്ന് ഇവർ ഉടൻ തന്നെ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ഇവർക്കൊപ്പം വന്ന ഇവരെ ഇവിടെ എത്തിച്ച ഡ്രൈവറോടും ഇവരുടെ സുഹൃത്തിനോടുമൊക്കെ വിവരങ്ങൾ ധരിപ്പിച്ചു. തുടർന്നാണ് ഇപ്പൊ നാട്ടുകാർ ഇടപെടുകയും ഈ വിഷയത്തിൽ ഉടൻ തന്നെ കടയുടെ സ്ഥാപനം നടത്തിപ്പുകാരുമായി നാട്ടുകാർ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തത്. എന്തായാലും ഈ വിഷയം നാട്ടുകാർ ചോദിച്ചതോടെ വിഷയത്തിൽ സംഭവം അടിയന്തരമായി ഇടപെടുകയും അവർ തന്നെ മാപ്പ് അപേക്ഷിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. എന്തായാലും വലിയ ഒരു നാണക്കേടാണ് നിലവിലുണ്ടായത്. വലിയ തോതിൽ ഇവർ ഈ പ്രശ്നത്തിൽ സഞ്ചാരികളുള്ള അടക്കമുള്ളവർ എത്തിയ ഒരു സംഭവത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് വലിയ ഖേദകരമായ ഒരു സംഭവമാണ്. പ്രത്യേകിച്ചും ഇടുക്കിയിലെ ടൂറിസം മേഖലയൊക്കെ വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് കട ഇവർ ഇന്ന് അടച്ചിട്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഭയന്നാണോ കട ഈ സ്ഥാപനം പൂട്ടിയിരിക്കുന്നത്? അതോ ഏതെങ്കിലും രീതിയിലുള്ള നിർദ്ദേശം കട ഇന്ന് തുറക്കരുതെന്നുള്ള നിർദ്ദേശം അധികൃതരുടെ ഭാഗത്തുനിന്ന് വല്ല ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും വലിയ തോതിലുള്ള ഒരു വിമർശനം ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ഉന്നയിക്കുന്നുണ്ട്. കാരണം നാട്ടുകാരുടെ ഒരു അവസരോചിതമായ ഇടപെടൽ, ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ആ പ്രശ്നം അപ്പോൾ പരിഹരിക്കാൻ സാധിച്ചത്. ഒപ്പം അവർ മാപ്പ് അപേക്ഷിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്നാൽ ഇത് വലിയ തോതിൽ ഖേദകരമായ നാണക്കേടുണ്ടാകുന്ന സംഭവം തന്നെയാണ്. അത് വലിയ തോതിൽ അമർഷത്തിനും ഇടയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും തേക്കടിയടക്കം വിവിധ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ടൂറിസം മേഖലയെ ആശ്രയിച്ച് കഴിയുന്നവരിടയ്ക്ക് വലിയ അമർഷം ഇടയാക്കിയിട്ടുണ്ട്. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമൊക്കെ നാട്ടുകാരും വ്യാപാരികളും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ സ്ഥാപനം അടച്ചിടാൻ നിർബന്ധിതരായിരിക്കുന്നത്. എന്തായാലും ഇന്ന് നിലവിൽ സ്ഥാപനം തുറന്നിട്ടില്ല. ഈ നിലവിൽ ഏജൻസിയൊക്കെ ഇത്തരത്തിലുള്ള വിശദീകരണം അടക്കമുള്ള നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ കടകൾ അടച്ചിരിക്കുന്നത്. എന്തായാലും കാശ്മീരിൽ നിന്നെത്തിയ കാശ്മീർ സ്വദേശികളായ വ്യാപാരികളുടെ സ്ഥാപനത്തിൽ നിന്നാണ് സ്വദേശിയായ വനിത അടക്കമുള്ളവർക്ക് ഒരു ദുരനുഭവം നേരിട്ടത് കേട്ടോ. ഈ ഇസ്രായേൽ സ്വദേശികൾ, ഈ വിനോദസഞ്ചാരികൾ അവിടെ നിന്നും മടങ്ങിപ്പോയിട്ടുണ്ടോ? അവർ ഈ വിഷയത്തിൽ എന്താണ് മറുപടി പറയുന്നത്? അങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോവുകയാണോ? അതോ ഈ വിഷയത്തിൽ അവർ കാര്യമായി എടുക്കുന്നില്ലേ? അവർ ഇസ്രായേൽ സ്വദേശികളായ വലിയ അടക്കമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പോലും നാട്ടുകാരുടെ അവസരമായിട്ട് ഇടപെടാൻ അപ്പോൾ തന്നെ ഈ വിഷയം ഉണ്ടായ അപ്പോൾ തന്നെ നാട്ടുകാർ ഇടപെട്ടു, ഡ്രൈവർ ഇടപെട്ട് ഈ വിവരങ്ങൾ ഇവരോട് ചോദിക്കും, മാപ്പ് അപേക്ഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഉടൻ തന്നെ കുമളിയിലെ മർച്ചന്റ് അസോസിയേഷനും വിഷയത്തിൽ ഇടപെട്ടു. അതുകൊണ്ട് ഇവർക്ക് ബുദ്ധിമുട്ട് നേരിട്ടെങ്കിൽ പോലും ഈ നാട്ടുകാരുടെ അവസരമായ കൃത്യമായ ഒരു ഇടപെടൽ കൊണ്ട് അവർക്കൊരു സമാധാനം ഉണ്ടാവുകയും മാപ്പപേക്ഷണമൊക്കെ ഉണ്ടായതോടെയാണ് ഇവർ പരാതി എന്ന ഒരു നിലയിലേക്ക് പോകാതെ മടങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിലവിൽ അവർ പരാതി സമർപ്പിച്ചിട്ടില്ല. എന്തായാലും നാട്ടുകാരുടെ ഡ്രൈവർ അടക്കമുള്ളവരുടെ മർച്ചന്റ് അസോസിയേഷനിലേക്ക് ഒരു കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിലുണ്ടായി. അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ അവർക്ക് അവരിൽ മാപ്പ് ചോദിക്കുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയത് കൊണ്ട് തന്നെയാണ് വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇത് മാറാതിരുന്നത്.
എസ് വ്യക്തമാണ്. പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തേക്കടി സന്ദർശിക്കാനെത്തിയ ഇസ്രായേൽ സ്വദേശികൾക്കാണ് അപമാനകരമായ സംഭവമുണ്ടായത്. കുമളിയിലെ കടയിൽ നിന്നും കശ്മീരി വ്യാപാര സ്ഥാപനത്തിൽ നിന്നാണ് ഇസ്രായേൽ സ്വദേശികളെ ഇറക്കി വിട്ടത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.